തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവർണർ ഒരു ശക്തമായ നടപടി എടുത്തിരിക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണർ. തൃപ്തികരമായ ഒരു വിശദീകരണം സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല എന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു ക്രൂരത കോളേജ് ഹോസ്റ്റലിൽ നടന്നിട്ടും ഇക്കാര്യം എന്തുകൊണ്ട് വൈസ് ചാൻസലർ അറിഞ്ഞില്ല, എന്തുകൊണ്ട് ഇന്നലെ മാത്രം ഒരു റിപ്പോർട്ട് ഗവർണർക്ക് നൽകി? ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഗവർണർ സസ്പെൻഷൻ ഓർഡറിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് സർവകലാശാല ക്യാമ്പസിലും കോളേജ് ഹോസ്റ്റലിലും നടക്കുന്ന കാര്യങ്ങൾ അത് രഹസ്യമാക്കി വെക്കുകയാണ്. ഇക്കാര്യം ഒന്നും വൈസ് ചാൻസലർ അറിയുന്നില്ലേ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗവർണർ. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഗവർണർ നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നു. അതും ഹൈക്കോടതിയെ ഇക്കാര്യത്തിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു നീക്കം കൂടിയാണ് ഗവർണർ ഈ വിഷയത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കണ്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഗവർണർ ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ പൂക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ശശീന്ദ്രനാഥിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. VC പുറത്താക്കിയിരിക്കുകയാണ് ഗവർണർ. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി VV അരുണുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അതിനു മുമ്പ് ഗവർണർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം കൂടി കേൾക്കാം. ആദ്യം ഗവർണറുടെ പ്രതികരണത്തിലേക്ക്. At least after this boy lost his life, it was the duty of the university to report the matter to the chancellor. Even that, they did it. I am not saying they did not do it. They did it only yesterday. So therefore, we have decided to suspend the vice chancellor of the university and order an inquiry, because this is not merely the case of one student losing life. All kind, every university has one hostel which is being used by SFI, where even university authorities fear to come, and they are using it for illegal activities, for criminal activities, for undesirable activities. Therefore, a big inquiry will be needed in future. But as far as the veterinary university is concerned, we have already decided to suspend the vice chancellor and order an inquiry. കൊലപാതകമാണ് സിദ്ധാർത്ഥിന്റേത് എന്ന കാര്യവും ഗവർണർ പറയുകയാണ്. വളരെ വൈകിയാണ് ഈ വിഷയത്തിൽ ഗവർണർക്ക്, ചാൻസലറായ തനിക്ക് ഒരു റിപ്പോർട്ട് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നും ഗവർണർ പറയുകയാണ്. ഇതേ തുടർന്നാണ് വൈസ് ചാൻസലറോട് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനെ സിദ്ധാർത്ഥിന്റെ കുടുംബം സ്വാഗതം ചെയ്യുകയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ വാക്കുകളിലേക്ക്. ഡീന് ഇത്രയും വലിയ കുറ്റം ചെയ്ത ഡീന്, കുറ്റം ചെയ്തിട്ട് കൂട്ടുനിന്ന ഡീന്, ആ ഡീനെതിരെ അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ കാര്യങ്ങൾ, ആ ഡീനെതിരെ ആക്ഷൻ എടുക്കുകയോ VCക്ക് ചെയ്യാം. എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് എനിക്കൊരു ഉറപ്പ് പറഞ്ഞിട്ട് പോയതാ, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, എന്ത് സഹായത്തിനും ഞാൻ കൂട്ടിനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ VCയെ വിശ്വസിച്ചു, VC എല്ലാം ചെയ്യും, എനിക്ക് എല്ലാ സഹായം ചെയ്യും. നമുക്കറിയില്ലല്ലോ ഇവരൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ VCയെ സസ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ വന്നിട്ട് പോകണ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണ്, നമുക്ക് തരുന്ന ഉറപ്പെന്താണ്. ഒരാൾ മാത്രം ഇപ്പോൾ പറഞ്ഞതിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ഗവർണർ ചാൻസലർ. ഒരാൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, വന്നവരിൽ ഒരാൾ എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ പലരും നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ടലുള്ള ഒരാൾ തന്നെയാണ് ആ ഗവർണർ. പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി കറക്റ്റായിട്ട് ചെയ്തു. എനിക്കൊരു ഉറപ്പ് തന്നിട്ട് പോയി, ഇതിലുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന്. പക്ഷേ അന്ന് മുതൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കറക്റ്റാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗവർണറുടെ ജോലി ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് എനിക്കായിരുന്നു നല്ലവണ്ണം അറിയില്ലായിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ അറിയില്ലായിരുന്നു. ഒരു 4-5 വർഷം മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന്. പുള്ളി വന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു ഗവർണറുടെ ജോലി എന്താണ്. പുള്ളി അത് കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലർക്കും എന്താണ് ഒരു ഗവർണർ ജോലി എന്ന് മനസ്സിലാക്കിയത് തന്നെ പുള്ളി ഇവിടെ വന്നതിന് ശേഷമാണ്. ചാൻസലർ എന്ന നിലയിലുള്ള തന്റെ അധികാരം വിനിയോഗിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ. അതിന്റെ ഗവർണറുടെ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ അദ്ദേഹം വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് VCയെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്, ഇക്കാര്യങ്ങളെല്ലാം
സർവകലാശാല അധികൃതർ മൂടിവെക്കുകയായിരുന്നു. ഹോസ്റ്റലിൽ ഇത്ര വലിയൊരു നരനായാട്ട് നടന്നിട്ടും എന്തുകൊണ്ടാണ് ചാൻസലറായ തനിക്ക് റിപ്പോർട്ട് നൽകാതിരുന്നത്, ഇക്കാര്യം പോലീസിനെ അറിയിക്കാതിരുന്നത്, ഡീനിന് എന്ത് പിഴവാണ് പറ്റിയിരിക്കുന്നത്, ഇതൊന്നും VC അറിഞ്ഞില്ലേ എന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണ വിധേയമായി വൈസ് ചാൻസലറെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ ജയപ്രകാശ്, സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ എല്ലാവരും വീട്ടിൽ വന്ന് പോയപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തു, കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, ഇടപെടുമെന്നൊക്കെ. പക്ഷേ ഗവർണർ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ് ഗവർണർ തന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്? എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് സർവകലാശാലയ്ക്കും പൂക്കോട് വെറ്റിനറി കോളേജിനും കോളേജിലെ ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനിനും? എന്താണ് ഗവർണർ പറയുന്നത്? വളരെ കൃത്യമായി സർവകലാശാലകളുടെ ചാൻസലർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം ഇവിടെ വന്ന് സിദ്ധാർത്ഥന്റെ അച്ഛനെയും അമ്മയും കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു. കൃത്യമായ നടപടി ഉറപ്പ് നൽകിയാണ് ഗവർണർ ഇവിടെ നിന്ന് മടങ്ങിയത്. അതിനുശേഷം ഈ VC വെറ്ററിനറി സർവകലാശാല VC ഇവിടെ എത്തി എല്ലാ സഹായങ്ങളും ഉറപ്പ് നൽകി. പക്ഷേ VCയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിരോധമുണ്ടായി എന്ന കണ്ടെത്തലാണ് രാജ്ഭവന്റെ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നത്. ഗവർണർ കൃത്യമായി സമയത്ത് ചാൻസലർ വിഷയം അറിയിക്കണമായിരുന്നു, പക്ഷേ അത് അറിയിച്ചത് ഇന്നലെ മാത്രമാണ് അറിയിച്ചത്. VC റിപ്പോർട്ട് ഇന്നലെയാണ്. എന്തുകൊണ്ട് ഡീനിനെതിരെ ഇത്രയധികം പരാതി ഉണ്ടായിട്ടും കായിക അധ്യാപകനെതിരെ ഇത്രയധികം പരാതി ഉണ്ടായിട്ടും നടപടിയെടുത്തിട്ടുള്ള ചോദ്യമാണ് ഗവർണർ പ്രധാനമായും ഉന്നയിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യത്തിൽ ഇവരുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അതിലൊന്നും നടപടി ഉണ്ടായില്ല. നടപടി ഇനി ഉണ്ടായിട്ടും കാര്യമില്ല, കൃത്യസമയ നടപടി ഉണ്ടായില്ല എന്നാണ് രാജ്ഭവന്റെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ടാണ് ഇത്തരം നടപടിക്ക് ചാൻസലർ നിർബന്ധിതമായത്. അവിടെ കൃത്യമായ രാഷ്ട്രീയ നീക്കം കൂടി നടത്തിയിരിക്കുന്നത്. സാധാരണഗതി ഇത്തരം വിഷയങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക സർക്കാരാണ്. സിറ്റിംഗ് ജഡ്ജിയുടെ സേവനത്തിൽ ഹൈക്കോടതി സമീപിക്കേണ്ട സർക്കാരാണ്. അവിടെ കൂടി ഗവർണർ ഇടപെട്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണ നിരീക്ഷണം, രാജ്ഭവന നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന ഒരു സന്ദേശം കൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. കുറ്റവാളികളെ ആരായാലും അവരെ കൃത്യമായി ശിക്ഷിക്കണം, കൃത്യമായി പിടികൂടണമെന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. SFIക്കെതിരെ നേരത്തെ തന്നെ കടുത്ത നിലപാടെടുക്കുന്ന ഗവർണർ ഇന്ന് അത് വീണ്ടും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഈ ക്യാമ്പസുകളിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അക്രമത്തിന് വേണ്ടി SFI PFI ബന്ധമെന്ന അതിഗുരുതരമായ ആരോപണം കൂടി ഗവർണർ ഇവിടെ ഉന്നയിക്കുകയാണ്. ക്യാമ്പസ് SFIയുടെ നിയന്ത്രണത്തിലുള്ളതാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് PFI എന്ന സംഘടന കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഗവർണർ ഉന്നയിക്കുന്നു. പോലീസിനെ അദ്ദേഹം ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. വലിയ വീഴ്ച VCയുടെ ഭാഗത്തുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VC നടപടിയെടുക്കാൻ വൈകി, അല്ലെങ്കിൽ ഇക്കാര്യം ഗവർണറെ അറിയിക്കാൻ, ചാൻസലർ അറിയിക്കാൻ വൈകി എന്ന കാര്യം കൂടി ഗവർണർ പറയുന്നു. അതായത് ഇനി ഇതിന്റെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും ഗവർണറുടെ രാജ്ഭവന്റെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുമെന്ന കാര്യം കൂടി വ്യക്തമാണ്. അരുൺ, ഇക്കാര്യത്തിൽ മറ്റൊന്നു കൂടിയുണ്ട്. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ SFIയും PFIയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ക്യാമ്പസിൽ എന്ന കാര്യം ഗവർണർ പറയുകയാണ്. ഗവർണർ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അല്പസമയം മുമ്പ്. അപ്പോൾ ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടി ഗവർണറുടെ ഒരു ലക്ഷ്യമാണല്ലോ. ഇത് കൂടുതൽ ചർച്ചയാകണം. ഇവിടെ ക്യാമ്പസ് ഭീകരത നടക്കുകയാണ് കേരളത്തിൽ. അത് അദ്ദേഹം പൂക്കോട് ക്യാമ്പസിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറ്റ് ക്യാമ്പസുകളുടെ കാര്യത്തിലും SFIയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണമാണല്ലോ ഗവർണർ നടത്തുന്നത്. അത് മാത്രമല്ല, ഗവർണറുടെ വലിയൊരു നീക്കമുണ്ട്. ഹൈക്കോടതിയിൽ നിന്നൊരു സിറ്റിംഗ് ജഡ്ജിയെ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി. ഇത് എത്രമാത്രം പ്രതിരോധത്തിലാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ? ഇപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ സമയത്ത് ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണല്ലോ അരുൺ. തീർച്ചയായിട്ടും SFIയും ഗവർണറുമായുള്ള തർക്കം, അവർ തമ്മിലുള്ള പരസ്പര സംഘർഷങ്ങൾ കഴിഞ്ഞ കുറേ നാളുകൾ നമുക്കറിയാം. സർക്കാരും ഗവർണറും തമ്മിൽ പോരാണെങ്കിൽ സർക്കാരിന് വേണ്ടി കൂടുതൽ ഗവർണർക്കെതിരെ ശക്തമായ രംഗത്ത് വന്നത് SFI എന്ന CPM അനുകൂല CPMന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. സ്വന്തം സംഘടന പറയുമ്പോൾ നമുക്കറിയാം SFIയും CPMുമായുള്ള ബന്ധം. ആ സംഘടനയ്ക്കെതിരെയാണ് ഗവർണർ രംഗത്ത് വന്നത്. അവരെ ക്രിമിനലുകൾ വിളിച്ചുകൊണ്ട് പലതവണ ഗവർണർ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രപതിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും വരെ അദ്ദേഹം നേരിട്ട് വിളിച്ച് ഈ വിഷയങ്ങൾ സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. SFIക്കെതിരെ കൃത്യമായ ഒരു ആയുധം ഗവർണർ കിട്ടിയെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഗവർണർ അതിന്റെ പരമാവധി ഉപയോഗിക്കും. പക്ഷെ അപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുക്കുന്ന വിഷയത്തിന്റെ മെറിറ്റ് നമുക്ക് മറക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ടല്ല അദ്ദേഹം SFIക്ക് രംഗത്ത് വന്നത്. കേരളം ലജ്ജയോടെ കൂടി മാത്രം കാണേണ്ട, കേരളത്തെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു സംഭവങ്ങളിൽ ഒന്നായി മാറുകയാണ് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം. ആ വിഷയമാണ് ഗവർണർ ആയുധമാക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പോലും വളരെ
വളരെ വസ്തുപരമായി ഇടപെടേണ്ട വിഷയത്തിൽ നിന്നാണ് ഗവർണർ ഇടപെട്ടിരിക്കുന്നത്. സർവകലാശാലകളിൽ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്തിനാണ് പ്രവർത്തിക്കേണ്ടത്, അതിന്റെ ഉദ്ദേശശുദ്ധിയെ മറികടന്നുകൊണ്ട് അതിന്റെ വിപരീത ദിശയിൽ പ്രവർത്തിക്കുമ്പോൾ, സംഘടന പ്രവർത്തിക്കുമ്പോൾ, സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇടപെടലുകൾ പൊതുജനം കൂടി ആഗ്രഹിക്കും. അത്തരമൊരു ഇടപെടലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ ശരിയാണ് അരുൺ. എന്തായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹം സിദ്ധാർത്ഥിന് നീതി കിട്ടണം എന്ന ഒരു അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. അതിനിടെയാണ് SFI ചില നീക്കങ്ങൾ, CPM ചില നീക്കങ്ങൾ നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീടിനടുത്ത് നടത്തിയത്. സിദ്ധാർത്ഥിനെ രക്തസാക്ഷിയാക്കിക്കൊണ്ടുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം CPM നടത്തിയിരുന്നു. CPM DYFIയും ചേർന്ന് നടത്തിയിരുന്നു. നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീടിനടുത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവച്ചു. അവിടെ SFI പ്രവർത്തകനാണ് സിദ്ധാർത്ഥൻ എന്ന് പോലും എഴുതി ചേർത്തിരുന്നു. അത് ആ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. പക്ഷേ അത് മാറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് ആ ബോർഡ് അവിടെ കാണാനില്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ഈ നീക്കവും CPMന്റെ പാളിയിരിക്കുകയാണ്. രക്തസാക്ഷിയാക്കി സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവിടെ CPM. ഈ നീക്കം പാളിയിരിക്കുകയാണ്. SFI കൊന്ന രീതിയിലുള്ള പുതിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. മറ്റ് സംഘടനകൾ ആ സ്ഥലത്തായിരുന്നു നേരത്തെ CPM ബോർഡ് വെച്ചിരുന്നത്. സിദ്ധാർത്ഥൻ SFIയുടെയും DYFIയുടെയും പ്രവർത്തകൻ എന്നുള്ള രീതിയിലായിരുന്നു ആ ബോർഡ്. അതിലെ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിലെ ഉത്തരവാദികളായ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും CPM ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ബോർഡ് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നിരിക്കുകയാണ് CPMന്. ഇപ്പോൾ പകരം SFI കൊന്നതാണ് എന്ന രീതിയിലുള്ള പുതിയ ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ KSUവിന്റെ ബോർഡാണ് ഈ കാണുന്നത്. മറ്റ് സംഘടനകളും ഇതേ രീതിയിലുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അരുൺ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ നെടുമങ്ങാടാണല്ലോ ഉള്ളത്. ഇന്നലെ ഇതൊരു വലിയ വിവാദമായതാണ്. CPM വലിയൊരു മുതലെടുപ്പിന് അവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചത് സിദ്ധാർത്ഥിന്റെ കുടുംബം തന്നെയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛനും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ ബോർഡ് അപ്രത്യക്ഷമാവുകയാണോ ഉണ്ടായത്? വലിയൊരു തിരിച്ചടിയാണല്ലോ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് CPMനപ്പോൾ. തീർച്ചയായിട്ടും സിദ്ധാർത്ഥന്റെ അച്ഛൻ ഈ ഇത്തരം ഒരു ബോർഡ് വയ്ക്കരുത് ആവശ്യം പ്രധാനപ്പെട്ട കാരണം ബോർഡ് മാത്രമല്ല, സിദ്ധാർത്ഥന്റെ അനുശോചനം നിരവധി ചിത്രങ്ങൾ ഇവിടെ പതിച്ചു. ഇതെല്ലാം എടുത്ത് മാറണം. കാരണം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഈ സിദ്ധാർത്ഥന്റെ മുഖമാണ്. എല്ലായിടത്തും അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള ബോർഡുകളും ഫ്ലക്സും ഒക്കെയാണ്. അത് മാറ്റണം. അത് കണ്ടു നിൽക്കാൻ തനിക്ക് അച്ഛനിൽ കഴിയില്ല എന്ന വളരെ മാനുഷികമായ ഒരു അഭ്യർത്ഥന അദ്ദേഹം നടത്തിയത്. അങ്ങനെ പല ബോർഡുകളും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് DYFIയുടെ യൂണിറ്റും CPMന്റെ ബ്രാഞ്ചും ചേർന്നൊരു ബോർഡ് അവിടെ വച്ചത്. അതിലൊരു വാചകമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത്, ചൊടിപ്പിച്ചതെന്ന് വേണം കരുതാൻ. SFIക്കാരനായ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ക്രിമിനലുകൾ കൊന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞത് SFI ഒരു ഘട്ടത്തിലും സിദ്ധാർത്ഥൻ SFI ആയിരുന്നില്ല, സിദ്ധാർത്ഥൻ SFIയുടെ അംഗമായിരുന്നില്ല. പിന്നെന്തിന് ഈ ഒരു മരണം വരുമ്പോൾ അയാളെ SFI ആക്കാൻ ശ്രമിക്കുന്നു? അതുകൊണ്ടാണ് ആ ബോർഡിനെതിരെ അത്രയധികം ബോർഡ് മാറ്റണം, SFI മരണത്തെ പോലും ഇത്തരത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ വിമർശനം അച്ഛന് ഉന്നയിക്കേണ്ടി വന്നത്. അതിനെ തുടർന്ന് ഇന്ന് ആ ബോർഡ് അവിടെ നിന്ന് മാറ്റി പകരം അവിടെ KSU മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഒരു ബോർഡ് വെച്ചു. SFI ആണ് കൊന്നത്, സിദ്ധാർത്ഥനെ കൊന്ന SFI എന്ന് പറഞ്ഞുകൊണ്ട് KSUവിന്റെ ബോർഡാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഏതായാലും അത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ആ രണ്ട് വശത്തും നടക്കുന്നുണ്ടെന്ന വസ്തുതയാണ്. എങ്കിലും സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അഭ്യർത്ഥന ഒരിക്കലും രാഷ്ട്രീയമായിരുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായി തന്റെ മകന്റെ ചിത്രങ്ങൾ ഇത്തരത്തിൽ അവൻ വിട്ടുപോയത് സ്വാഭാവികം അദ്ദേഹത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അച്ഛന്റെ വികാരം പ്രകടിപ്പിച്ചു അദ്ദേഹം മാറ്റാൻ പറഞ്ഞു. പക്ഷേ അതിനെ പോലും രാഷ്ട്രീയ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ശരിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് CPM ശ്രമിച്ചു. അങ്ങനെ CPM സ്വയം വഷളായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ആ ബോർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നിരിക്കുകയാണ് CPMന്. പകരം SFI കൊന്നതാണ് എന്നുള്ള ബോർഡ് മറ്റ് സംഘടനകൾ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ സംരക്ഷിക്കുവാൻ പോലീസ് ശ്രമിച്ചു. സർവകലാശാല ഈ വിഷയത്തിൽ അനാസ്ഥ കാട്ടി തുടങ്ങിയ ശക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ സംഘടനകൾ പ്രതിഷേധ സമരം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പൂക്കോട് സർവകലാശാല ക്യാമ്പസിലേക്കും ഇന്ന് പ്രകടനം ഉണ്ടായി. KSUവിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. മറ്റ് സംഘടനകളുടെയും മാർച്ച് നടക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജിൻസ് ചേരുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്ന്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ന് നടന്ന പ്രതിഷേധ മാർച്ചിന്റേതാണ്. ജിൻസ്, ഇത് മാത്രമല്ലോ, സമരം മാത്രമല്ലല്ലോ, ചില കീഴടങ്ങലുകൾ ഉണ്ടാകുന്നു, അറസ്റ്റുകൾ ഉണ്ടാകുന്നു. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? പോലീസ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ഈ സിൻജോ ജോൺസൺ എന്നയാൾ ഇന്ന് പിടിയിലായിട്ടുണ്ടല്ലോ. ഈ സിൻജോയാണല്ലോ
ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ തല കാണില്ല എന്ന് മറ്റു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയത്. എന്താണ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ? മഞ്ജുഷ്, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വയനാട്ടിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. DCCയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ക്യാമ്പസിന്റെ മാർച്ച് നടത്തിയിരുന്നു. ഇതിലാണ് സംഘർഷമുണ്ടായത്. പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് മറികടക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇതിലും നേരിയ സംഘർഷമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കോൺഗ്രസിന്റെ ഈ KSU പ്രവർത്തകർ കോളേജിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ കുര്യന്റെ നേതൃത്വത്തിൽ ഈ ക്യാമ്പസിന്റെ കെട്ടിടത്തിലേക്ക് കറിയടക്കാൻ ശ്രമിച്ചു. ഇവരെ എല്ലാം തന്നെ തടയുകയുണ്ടായെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നേരിടേണ്ടി വന്നു. ഏറെ പണിപ്പെട്ടായിരുന്നു പോലീസും പ്രവർത്തകരും ഇവരെ തടയുകയുണ്ടായി. അതിനുശേഷം MLA-മാരടക്കം ഇവിടെ എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏറെ സംഘർഷഭരിതമായ കാഴ്ചയായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. MLA-മാരായ T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള സിദ്ധാർത്ഥ് മരിച്ച ഈ ഹോസ്റ്റൽ മുറി കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ എത്തിയത്. ഇവിടെ പോലീസ് അടക്കമുള്ളവർ തടഞ്ഞെങ്കിലും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. ഇതിനിടെ 6-7 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഉണ്ടായത്. സംഘർഷഭരിതമായ കാഴ്ചയാണ് നിലവിൽ ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ കാണാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഈ ആത്മഹത്യ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേർ കൂടി പിടിയിലായിട്ടുള്ളത്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള അജയ്, കൊല്ലം സ്വദേശിയായിട്ടുള്ള അൽതാഫ്, കൊല്ലം സ്വദേശിയുള്ള കാശിനാഥൻ എന്നിവരായിരുന്നു പിടിയിലായത്. അതിനിടയിൽ ഈ ടിൻഡോ ജോൺസണും ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഇയാളാണ് ഈ സംഭവം നടക്കുന്ന ഈ സിദ്ധാർത്ഥ് മരണപ്പെടുന്ന സമയത്ത് ഈ കുട്ടികൾ നിന്നിരുന്ന എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയും ഈ വിവരം പുറത്തു പറയാൻ പാടില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വിദ്യാർത്ഥിയായിരുന്നു ടിൻഡോ എന്ന് പറയുന്ന വിദ്യാർത്ഥിയായിരുന്നു ഈ സംഘർഷത്തിനും അതുപോലെ തന്നെ ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ്. എന്തായാലും പ്രതികൾ ഉടനെ തന്നെ എല്ലാ പ്രതികളെയും പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഈ അന്വേഷണ സംഘമുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യം പോലീസിന് കൃത്യമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷവും പ്രതിഷേധം ശക്തമായതിനു ശേഷവും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കൂടുതൽ പ്രതികൾ പോലീസിന്റെ വലയിലേക്ക് വരികയാണ്. പ്രതിപക്ഷവും ഈ വിഷയം ശക്തമായിട്ട് ഇപ്പോൾ ഉന്നയിക്കുകയാണ്. വയനാട് മാത്രമല്ല മറ്റിടങ്ങളിലും പ്രതിഷേധമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളിലേക്ക്, ഒപ്പം K. മുരളീധരന്റെയും. നമുക്കറിയാം, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകമാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലായി നിറയുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷി മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. SFIക്കാർ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിക്കൊന്നു എന്ന് മാതാപിതാക്കൾ തന്നെ ആരോപിക്കുന്ന ശ്രീ സിദ്ധാർത്ഥിനെ ഒരു വധശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും വധശിക്ഷ നടപ്പാക്കിയിരിക്കുക. അയാൾക്കെതിരായിട്ടുള്ള ഒരു ആരോപണം, വ്യാജ ആരോപണം സൃഷ്ടിച്ച് അയാൾ അപമാനിക്കാൻ വേണ്ടി മരിച്ചുപോയ പാവം വിദ്യാർത്ഥിയെ, കൊല ചെയ്യപ്പെട്ട ആ വിദ്യാർത്ഥിയെ ക്രൂരമായി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതിനൊരു പരാതി ഉണ്ടാക്കുക, ആ പരാതി മരിച്ചതിന് ശേഷം കൊടുക്കുക, പിന്നീട് അത് വേറെ രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള ആൾ തന്നെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക. നിങ്ങൾക്കറിയാം, ആന്തൂരിൽ തളിപ്പറമ്പിലെ സാജൻ ഇതുപോലെ അത് ആത്മഹത്യയായിരുന്നു. ആത്മഹത്യ ചെയ്തപ്പോൾ മൃഗങ്ങളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പെരുമാറ്റമാണ് കോളേജ് യൂണിയൻ ചെയർമാൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണത്തിനെ സംബന്ധിച്ച് വ്യക്തമായൊരു അന്വേഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.